ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രിൽഡ് ചിക്കൻ്റെ റെസിപ്പിയാണ്. റെസിപ്പി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാനിടുന്ന വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നേക്കല്ലേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. വലിയ സൈസിലുള്ള 4 പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കറക്റ്റ് അളവ് പറയുകയാണെങ്കിൽ 600 ഗ്രാം വരും. ചിക്കന് വേണ്ടിയിട്ടുള്ള മസാലയ്ക്കായി ആദ്യം 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അടുത്തതായി 3 സ്പൂൺ മുളക് പൊടി, വറ്റൽമുളക് ചതച്ചത് 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇതിനാവശ്യമുള്ള ഉപ്പും ചേർത്ത് 2 സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുത്തേക്കണം. പിന്നെ 1 സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ലെമൻ്റെ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ വിനാഗിരി. അടുത്തതായി ഒരു മുട്ട വേണം. മുട്ടയുടെ വൈറ്റ് മാത്രം ചേർത്ത് കൊടുക്കണം. മഞ്ഞ മാറ്റി വയ്ക്കണം. മഞ്ഞ നമുക്കിവിടെ ആവശ്യമുണ്ട്. 4-5 സ്പൂൺ സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. സൺഫ്ലവർ ഓയിലിന് പകരം ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം. ഇതിലേക്ക് 2 ഡ്രോപ്സ് റെഡ് ഫുഡ് കളറൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് കളറായിരിക്കാൻ വേണ്ടിയിട്ട് ചേർത്തന്നേ ഉള്ളൂ. ഇത് ചേർത്തില്ലെങ്കിലും പ്രോബ്ലം ഇല്ല. ചിക്കൻ ഫുൾ ഇതുപോലെ ചെറുതായി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മസാലയിലേക്ക് ചിക്കൻ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഞാനിതൊന്ന് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ടൈം ഉണ്ടെങ്കിൽ 2 മണിക്കൂർ വെക്കുന്നതാണ് നല്ലത്. ഓവനിലാണ് ഇതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഓവൻ്റെ അടിയിലേക്ക് ഫോയിൽ പേപ്പർ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ചിക്കൻ്റെ വെള്ളമൊക്കെ ഇതുപോലെ അടിയിലേക്ക് വീഴുമ്പോൾ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. 220 ഡിഗ്രി ടെമ്പറേച്ചറിൽ 2 കോയിലും ചൂടാവുന്ന രീതിയിൽ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്കാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. 40 മിനിറ്റ് ടൈമാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും മുട്ടയുടെ മഞ്ഞ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്ത് ചിക്കൻ്റെ പുറത്തേക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഒന്ന് 1/4 ഭാഗത്തോളം ഗ്രില്ലാകുമ്പോൾ ഒന്ന് ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം മുട്ടയുടെ മഞ്ഞ അതിൻ്റെ പുറത്ത് ബ്രഷ് ചെയ്ത് വീണ്ടും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നന്നായി ഗ്രില്ലായി കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് 40 മിനിറ്റാണ്. പക്ഷേ 30 മിനിറ്റ് ആയപ്പോഴേക്കും നന്നായി ഗ്രില്ലായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഓവനിൽ വെച്ച് തന്നെ ഗ്രില്ല് ചെയ്തെടുക്കണമെന്നില്ല. ഇതേ രീതിയിൽ ചാർക്കോൾ വെച്ചിട്ടും ഗ്രില്ല് ചെയ്തെടുക്കാം. ഞാനിവിടെ ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ ഗ്രില്ല് ഇവിടെ റെഡിയായി കഴിഞ്ഞ് മസ്റ്റായിട്ടും നിങ്ങൾ 1 തവണയെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റാണിത്. നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയുമായി ഉടനെ കാണാം. ബൈ.